ഹലോ സതീഷ്, വണ്ടി റെഡിയാക്ക്. ആ ഒന്ന് വേഗം പാടി. കാശുള്ള ടീമോ? കാശുണ്ടാക്കാൻ ഒരു വഴിയുണ്ട്. ആദ്യം ആ വീട് വാടക എടുക്കണം. വീടോ കേട്ടോ? ഈ വീട് വാടക എടുത്തിട്ട് നമുക്ക് ഡ്രസ് എടുക്കാൻ പോണം. ആയിക്കോട്ടെ. ഈ വീട് വാടക കൊടുക്കണ്ടോ? വിളിയടാ, വിളി. 99 61 20 58 04. എങ്ങനെയുണ്ടോ? കത്തിയും തോക്കുണ്ട്. ഇയാളത് തരണേ. നിങ്ങളെ വിളിച്ചത്? അതെ, ഞങ്ങള് തന്നെയാണ്. നിങ്ങൾക്ക് എത്ര വേണ്ടി വരും? ഞങ്ങൾക്കൊരു 2 ദിവസത്തിന് വേണം. 2 ദിവസം നടക്കൂല. 2 ദിവസം ഞങ്ങൾ മദ്രാസ് പോവും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ 500 രൂപയോ? അത് കുഴപ്പമില്ലടോ. എങ്കിലും കാത്തോട്ടിരിക്കുക. അതിൽ പേരോട്ട് ചെയ്തോളൂ. ഇന്നാടെ 500 രൂപ. പേരോട്ടും അത് ആ ബാഗത്തെ വീട്ടുകാരെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ അതിനെ പറ്റി? വീടിന്റെ വാങ്ങിയതാ. വലിയ ആശാരാ. വർത്താനം പറഞ്ഞിട്ടുള്ളത് ആരും നിൽക്കില്ല. താക്കോൽ ഞാനങ്ങോട്ട് പോയിക്കോളി. ഈ മുറ്റത്ത് കാണുന്ന ചെറുപ്പക്കാരുതാവും. അതൊക്കെ മുമ്പ് പാർത്ത ആൾക്കാരുതാവും. വീട് ഇതാരുടെ വീട്? നമ്മളുടെ ഓരോ ചങ്ങായിമാര്, ഓരോ സാധനങ്ങള്. ഇവിടെ ചാവി.
ആ അത് തുറന്നിട്ടി. ഇജ്ജ് വേഗം പോയാ ലൈറ്റ് ഇട്ടാ. മേലക്ക് പോരിട്ടാ, നല്ല പടിയാ, നല്ല പോര്. ഓ ഓടാകുമ്പോ ഇവിടുത്തെ അടക്കള. എടുത്തിട്ട് വേടാ. തേടുക്ക് ഇതെന്റെതാ കത്തി. കത്തി ഇന്റെ അടുക്കലിട്ടോ പോനാ. ആ പോത്തെ ഒക്കെ മണക്കുണ്ട്. ഇരുമ്പിട്ട് ഇടാൻ പറ്റുള്ളൂ ഇതൊക്കെ. ആ എന്റെ പാൻറ് അടിച്ച് പൊളി സാധനം. ആവട്ടെ. ആ പോറ്റെ. ആ ഓടക്കട്ടെ. ആ അതിന്റെ ഫാനാണ് കേട്ടോ. അവിടെ വെക്കണ്ടത് വല്യപ്പന്റെ ഫാൻ്റാണോ? സാബു അവിടെ കാറ് വരുന്നുണ്ട്. അതെ കൊട്ടേഷൻ ദാമോദരൻ. നാളെ എടുത്ത് തട്ടാനുള്ളതാ. നാളെ നടക്കല. മറ്റന്നാളെ നോക്കാം. സാബു തട്ടെന്ന് പറഞ്ഞാൽ തട്ടിയിരിക്കും. ദാമോദര ഒരു മിനിറ്റ്. ദാമോദര സുനി സാബുവോ? അപ്പോ നാളെ രാവിലെ ഇവിടെ വാടാ. എന്തായിക്കാരാ ഇയാള് വിളിക്കണത്? പോയോട്ടെ. നീ എങ്ങോട്ടാടാ? ഞാനാ വീട്ടില് പത്രം. ഇറങ്ങടാ. ഓടടാ. സാബുവോ? അയ്യോ എന്റെ അമ്മേ. ഓ അയ്യോ. അവനത് ഓടുന്നു. ഇനിയാണ് കളി. താമർത്തണം നമുക്ക്. പുതിയ മുഖം ഇനിയൊരു സൂര്യമുഖം. മിണ്ടായിരിക്കടാ. ആ മോളെ ഇവിടെ ആരുല്ലേ? കുളിക്ക. നമ്മളാ പത്രം പെടി. സാബു ഓടിക്കോ. വണ്ടിക്കടോ കണ്ടോ നീ? പന്ത്രണ്ട് മണിക്കൂറായാലും ഇതിനെ കൊണ്ടുവന്നിട്ടോ. ഇതുവരെ ഒന്നും തിന്നിട്ടില്ലത്. എന്നിട്ടില്ലേ? തിന്നടേ, തിന്ന്.
വല്ല കാര്യണ്ടേനടാ. ആരും പറഞ്ഞ മലാരി ജാക്കിഞ്ഞാന്റെ പേരെ കുട്ടിയാ. അവൻ വേറെ കുട്ടിയാ. Yo, everybody in the house, see the boys are down. Move and close together just to catch them. Make no mistake, this is no time wanting the pain till they get them slain. But don't say the story about the phone. നമ്പർ നോക്കടി. വേഗം പറ. 05 ആ 10:30 21. വിളിയടാ. താരവരാമോ സ്പീക്കിംഗ്. നിങ്ങളുടെ അരുമ സഹോദരി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. 10 ലക്ഷം രൂപ തന്നാൽ വിട്ടു തരുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സഹോദരി എന്തൊക്കെയാണ് താൻ പറഞ്ഞത്? ഫോണിൽ വന്നേ, ഞാൻ സംസാരിക്കാം. മാനവരാവ് സ്പീക്കിംഗ്. നിങ്ങളുടെ അരുമ സഹോദരി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. 10 ലക്ഷം രൂപ ഞങ്ങൾ പറയുന്നിടത്ത് എത്തിച്ചു തന്നാൽ നിങ്ങളുടെ കുട്ടിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവിടെ എത്തിക്കാം. ഇല്ലെങ്കിൽ ഇത് കളിക്കണം, പടക്കണം, ഒരു പടക്കണം. പോരാട്ടമാരംഭമായി പടനിലങ്ങളിലാകെയും പടഹകാഹളഭേരികൾ പരിചയും കവചങ്ങളും പൊരുതുവാൻ കരവാടുമായി ഇറങ്ങുവിൻ തുടങ്ങുവിൻ സന്നാഹം. ഒതിച്ചതോ ഒരു കളിക്കളം, വിധിച്ചതോ ഈ പടക്കളം. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. ഹലോ, മാനവരാവ് സ്പീക്കിംഗ്. പണം റെഡിയാണോ? എങ്കിൽ സിറ്റിയിലെ ഓവർബ്രിഡ്ജിനടിയിലേക്ക് വരിക കൃത്യം 10 മണിക്ക്. അല്ലാത്ത പക്ഷം മാനവരാവൂ, മാനവരാവൂ, മാനവരാവൂ. കുട്ടി എവിടെ? സാബു. ഏട്ടാ ഏട്ടാ, എന്നെ വീട്, എന്നെ വീട്, വിടടാ വിടടാ, എന്നെ വീട്, എന്നെ വിടടാ, എന്നെ വിടടാ. അടങ്ങിയിടി, അടങ്ങി പൊട്ടിക്കും ഞാൻ. അന്റെ അഞ്ചത്തിന്റെ മൂക്കമല IPL കളിച്ച് കാശി. സാബു, ഇതാ നിങ്ങളുടെ കുട്ടി. ഓ
കുട്ടി പൈസ കുട്ടി പൈസ കുട്ടി പൈസ കുട്ടി പൈസ കുട്ടി പൈസ പൈസ കുട്ടി 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 പൈസ യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി നരനടനം മനമുരളി വിടർന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യകാർ കാളിദാസനും ജീവിതമനുഭവമാക്കിയവർ ജൂലിയറ്റും ശകുന്തളയും ജീവിത കഥയിലെ ദേവതമാർ ഈ നാടക കഥയിലെ നായികമാർ കാണികളറിയാതെ കണ്ണിറയുവതറിയാതെ സരസിലെ സരസിജമാകും യവനിക ഉയരും ഇവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം